കണ്ടുപഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ അവഗണിക്കാമെന്നാണെങ്കിൽ ജീവിതമാർഗം മുട്ടിച്ചാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം നാട്ടിലാകെ ആളിപ്പടരും വ്യാപാരികളുടെ സമരാഗ്നി ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ വ്യാപാരി ഐക്യം സിന്ദാബാദ്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ഇവിടെ പുതുപ്പള്ളിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പ്രതിഷേധ ധർണ, തൊഴിൽക്കരം അനിയന്ത്രിതമായി കൂട്ടിയതിനെതിരായിട്ട് പഞ്ചായത്തിലേക്ക് ഒരു ധർണ നടക്കുകയാണ്. നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ പാവപ്പെട്ടൊരു വ്യാപാരികളെ നിരവധി നികുതികൾ കൊണ്ട് വലിയ ഉറക്കും ഭരണക്കാർ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ അവഗണിക്കാമെന്നാണെങ്കിൽ ജീവിതമാർഗം മുട്ടിച്ചാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം നാട്ടിലാകെ ആളിപ്പടരും വ്യാപാരികളുടെ സമരാഗ്നി ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്.
ധർണാ സമരം സിന്ദാബാദ്. പാവപ്പെട്ടൊരു വ്യാപാരിക്ക് ദുരിതം നൽകും നിയമങ്ങൾ നിർത്തലാക്കൂ സർക്കാരെ. തൊഴിൽ നികുതിയും വാടക നികുതിയും കുത്തനെ കൂട്ടിയ നടപടിയെ പിൻവലിക്കുക സർക്കാരെ. വ്യാപാരി ഐക്യം, വ്യവസായി ഐക്യം, ഏകോപന സമിതി, വ്യാപാരി ഐക്യം, വ്യവസായി ഐക്യം, ഏകോപന സമിതി, പഞ്ചായത്ത് ധർണ സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. കുത്തനെ കൂട്ടിയ തൊഴിൽ നികുതി പിൻവലിക്കുക. വ്യാപാരികളെ കഴിയുന്ന സർക്കാർ അവസാനിപ്പിക്കുക. പഞ്ചായത്ത് ലൈസൻസും തൊഴിൽ നികുതി ഉദാരമാക്കുക. എല്ലാ ലൈസൻസുകൾക്കും ഏകജാലക സംവിധാനം നടപ്പിലാക്കുക. വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നയം അവസാനിപ്പിക്കുക. പിറന്ന മണ്ണിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ അനുവദിക്കുക. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായി ഐക്യം സിന്ദാബാദ്. ഏകോപന സമിതി സിന്ദാബാദ്. പഞ്ചായത്ത് ധർണ സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാരുകളുടെ പ്രാഥമിക ചുമതലയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുക, അവരെ മാന്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത്. എന്നാൽ സർക്കാർ തൊഴിൽ നൽകുന്നത് കേവലം 2% ആളുകൾക്ക് മാത്രമാണ് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ മുഴുവനും വ്യാപാര മേഖലയിലും കൃഷി മേഖലയിലും വ്യവസായ മേഖലയിലും സേവന മേഖലയിലുമായിട്ട് 98% ആളുകൾ ജീവിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട, അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. പക്ഷേ വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ദ്രോഹിക്കുന്ന നയമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുക്കി നമുക്ക് സ്വയം ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കത്തക്ക രീതിയിൽ ഉള്ള പെരുമാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പഞ്ചായത്ത് തൊഴിൽ നികുതിയുടെ വർധനവ്. ഒരു അർദ്ധവാർഷികമായിട്ട് 120 രൂപ അടച്ചിരുന്ന ആളുകൾക്ക് 320 രൂപയാണ് ഇപ്പം അർദ്ധവാർഷികമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അതായത് 285% വർധനവാണ് സാധാരണ ഏറ്റവും താഴത്തെ തട്ടിലുള്ള വ്യാപാരികൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ 300 രൂപ അർദ്ധവാർഷികം അടച്ചുകൊണ്ടിരുന്നവർക്ക് 600, 450 അടച്ചുകൊണ്ടിരുന്നവർക്ക് 750, ആ രീതിയിൽ 750 എന്ന് പറയുമ്പോൾ അതിൻ്റെ 1500 രൂപ വരും ഒരു വർഷത്തെ നികുതി വരുന്നത്. ഇതുകൂടാതെ ലൈസൻസ് ഫീസും ഇത്തരം. എന്നാൽ ഏറ്റവും കൂടിയ സ്ലാബിലുള്ള ആളുകൾക്കുള്ള വ്യത്യാസം വരുത്തിയിട്ടുമില്ല. ടാറ്റയെയും ബിർളയെയും ഒക്കെ പോലെ തന്നെ റിലയൻസിനെയൊക്കെ പോലെ തന്നെ നമ്മളെയും കരുതുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കുത്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സർക്കാരുകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ട കച്ചവടക്കാരെ ഈ നാട്ടിലെ തൊഴിലില്ലായ്മയ്ക്ക് വലിയൊരു പരിഹാരം നൽകുന്ന, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന, നമ്മുടെ കടകളിലും പ്രസ്ഥാനങ്ങളിലും അനേകർക്ക് തൊഴിൽ നൽകുന്ന ഈ പാവപ്പെട്ട വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഈ അടിസ്ഥാനരഹിതമായ, നിയമരഹിതമായ, നീതിരഹിതമായ ഈ നടപടികൾക്കെതിരെ നമ്മൾ വ്യാപാരികളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കുഞ്ഞു ഫിലിപ്പ് സംസാരിക്കും. പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ, ഞങ്ങളെ ശ്രവിക്കുന്ന നാട്ടുകാരെ, ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗം ഈ പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് വേദനയാണ്.
ഇന്നാട്ടിലെ ചെറുകിട കച്ചവടക്കാർ അനുദിനം ദിവസം തോറും പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകരാണ് ഞങ്ങൾ. ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, അവനവൻ്റെ കഴിവിൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, അവനവൻ്റെ മുതൽ മുടക്കൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന നയമാണ് ഗവൺമെൻറ്റും ഈ തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ പറയേണ്ടി വന്നൊരു ഖേദമുണ്ട്. ഇവിടുത്തെ കച്ചവടം എങ്ങനെ നടക്കുന്നു, വ്യാപാരം എങ്ങനെ നടക്കുന്നു, ഇവരാരും തിരക്കാറില്ല. ഇവിടെ രജിസ്ട്രേഡ് വ്യാപാരികൾ പഞ്ചായത്ത് ടാക്സ് നികുതി അടയ്ക്കണം, പഞ്ചായത്തിൻ്റെ ലൈസൻസ് പുതുക്കണം, അളവ് തൂക്കത്തിൻ്റെ പുതുക്കണം, ഫുഡിൻ്റെ പുതുക്കണം, ഇങ്ങനെ ലേബർ പുതുക്കണം. ഇങ്ങനെ വ്യത്യസ്ത പുതുക്കലുകൾ നടത്തി പണമടച്ച് വ്യാപാരം നടത്തുന്ന ചെറുകിട വ്യാപാരികൾ അനുദിനം പ്രതിസന്ധിയെ നേരിടുന്നു. അതേസമയം ഇതൊന്നുമില്ലാതെ വ്യാപാരം നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ്റും പഞ്ചായത്തും സ്വീകരിച്ചു പോരുന്നെന്ന് പറയേണ്ടി വരുന്ന ഒരു ഖേദം. അതാണോ ചെയ്യേണ്ടത്? അതാണോ നീതി? അതാണോ ന്യായം? സ്വന്തമായി തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് തൊഴിൽ ദാനം ചെയ്യും. എത്രയോ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ അധികാരികൾ കഴിയുന്നില്ലെങ്കിൽ എന്തു പറയാൻ? ഇതിനൊക്കെ മാറ്റം വരേണ്ടത് ആവശ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് മനസ്സിലാക്കി നിൽക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമില്ലാത്തതിനെല്ലാം പരിശോധന നിയമങ്ങൾ വേണം, നിയന്ത്രണങ്ങൾ വേണം. കച്ചവടക്കാരന് തോന്നിവാസം അനുവദിക്കണമെന്നല്ല പറയുന്നത്. ഇതിനൊക്കെ നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ മറവിൽ പണമുണ്ടാക്കാൻ വേണ്ടി കച്ചവടക്കാരനെ എങ്ങനെയും ചൂഷണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ അടക്കമുള്ളവർ മാറുകയാണ്. ഇതിന് മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് ഇവിടുത്തെ പഞ്ചായത്തിനെ ആയിരിക്കും നേരിടേണ്ടി വരുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാർ അന്യദേശങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന പോലെ ഇവിടുത്തെ കച്ചവടക്കാർ ഇത് നിർത്തി ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഇതുപോലെ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി ഇവിടുത്തെ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന തൊഴിൽ നികുതി എന്ത് മര്യാദയാണ് ഇത് കാണിച്ചിരിക്കുന്നത്? സാധാരണക്കാരനെ ജീവിക്കാൻ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിന് മാറ്റം വരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കതിന് നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ, നിങ്ങളതിന് മനസ്സുണ്ടാകട്ടെ എന്ന് നിങ്ങൾ മനസ്സ് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ഇരവല്ലൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ. ബഹുമാന്യനായ പുതുപ്പള്ളി യൂണിറ്റിൻ്റെ പ്രസിഡന്റും കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ എബി, അതുപോലെ തന്നെ ഇരുവന്നൂർ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഹരിദാസ്, അതുപോലെ തന്നെ പരിയാരം യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണ സമിതി അംഗങ്ങൾ, ഇവിടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഈ ഒരു ധർണ നടത്തേണ്ടി വന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും കടയിലിരുന്ന് കച്ചവടങ്ങൾ നടത്തേണ്ട ആൾക്കാരാണ്. അവരുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ബിസിനസ് നടത്തി അത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ്. അവിടെ നിന്ന് ഈ വെയിലത്ത് വന്നു നിന്ന്, ഈ പഞ്ചായത്ത് പടിക്കൽ വന്നു നിന്ന് ഈ സമരം നടത്തിയേണ്ട ഗതികേട് ഈ കച്ചവടക്കാർക്കുണ്ടായി. ഈ നാട്ടിലെ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾക്ക്, ഈ കേരളത്തിലാണെ 3.5 കോടി ജനങ്ങളുണ്ട്. എത്ര പേർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ സാധിക്കും? എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്? ഇവിടെ 3 തരത്തിലുള്ള ജോലികളാണുള്ളത്. 1 കൃഷി, 2 കച്ചവടം, 3 സർക്കാർ ജോലി. ഈ സർക്കാർ ജോലി എത്ര പേർക്ക് കൊടുക്കുന്നു? ഈ സർക്കാർ ജോലി കിട്ടാനില്ലാതെ വന്നു കഴിയുമ്പം അവൻ ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നു, അവൻ ചിലപ്പോൾ കാർഷിക മേഖലയിലേക്ക് തിരിയുന്നു, അവൻ ചിലപ്പോൾ കച്ചവടത്തിലേക്ക് തിരിയുന്നു. കച്ചവടം ചെയ്യാൻ അവൻ്റെ സാമ്പത്തികമുണ്ടോ? ഈ സാമ്പത്തികം എവിടെ നിന്നുണ്ടാകുന്നു? ഈ സാമ്പത്തികം ഒരുപക്ഷെ ബാങ്കിൽ നിന്നോ, അല്ലെങ്കിൽ അവൻ പണയം വെച്ചോ, ലോൺ എടുത്തോ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയുടെ അല്ലെ വീട്ടുകാരുടെ കെട്ടുതാലി പറിച്ചോ അത് വിറ്റിട്ട് ആണെങ്കിലും, അല്ലെ അത് പണയം വെച്ചിട്ടാണേലും ഒരു ചെറിയ കച്ചവടം അവൻ തുടങ്ങുന്നു. ആ കച്ചവടം ഇന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്കറിയാം അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണെന്ന്. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്കറിയാം.
ഇവിടെയുള്ള മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ ഈ ഭരണകർത്താക്കൾക്കോ ഈ കച്ചവടത്തെക്കുറിച്ച് എന്തറിയാം? അവർ ഈ കച്ചവടങ്ങളൊന്ന് നടത്തി നോക്കണം. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിനാണ് അവർ ഈ കച്ചവടം നടത്തുന്നത്. ആ കച്ചവടത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ കച്ചവടക്കാരെ വീട്ടിലിരുത്തുന്നതിന് വേണ്ടിയിട്ട്, കച്ചവടക്കാരെ വഴിയാധാരമാക്കുന്നതിന്, അവരെ പിച്ചച്ചട്ടി എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആൾക്കാരുടെ അടുത്ത് ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് ഇറക്കി വിടുന്ന ആ ഒരു സംവിധാനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ്, തന്നെയുമല്ല നമ്മളൊരു ലോൺ എടുത്താലോ, ലോൺ എടുത്തു കഴിഞ്ഞാൽ പുറകെ വരും ഗുണ്ടായിസം. എങ്ങനെ ലോൺ എടുത്തൊരു ബിസിനസ് നടത്തും? ഇതുപോലെ എത്രയോ ആൾക്കാർ ഇവിടെ കൊടയമ്പടിക്കൽ ഒരു വ്യാപാരി തൂങ്ങി മരിക്കേണ്ട ഗതികേട് വന്നു. എന്തുകൊണ്ടാണ്? അവനെ കച്ചവടം ചെയ്യാൻ അനുവദിച്ചില്ല. സർക്കാർ ജോലി കൊടുക്കട്ടെ, അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കട്ടെ, അവർക്ക് വേണ്ട ജീവിത ആനുകൂല്യങ്ങൾ കൊടുക്കട്ടെ. നിസാരം ഒരു 1600 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സബ്സിഡി കൊടുത്തുകൊണ്ടോ അല്ലോ ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ അവന് ന്യായമായിട്ടുള്ള വരുമാനം ഉണ്ടാകണം. ആ വരുമാനത്തിന് വേണ്ടിയിട്ട് അവൻ ജോലി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ കച്ചവടം നടത്താൻ പോകുന്നു. ആ കച്ചവടം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നു. സർക്കാർ ഒന്നറിഞ്ഞോളുക, ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കച്ചവടം മുന്നോട്ട് കൊണ്ടുവന്നതിനും ജനങ്ങൾക്ക് ജീവിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഈ പറഞ്ഞ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നിട്ട് ഇറങ്ങേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ധർണ നടത്തിയതിൽ ഞങ്ങളുടെ ഈ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും പഞ്ചായത്ത് ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു, ഞങ്ങളുടെ ഈ കൂട്ടിയ നികുതി എത്രയും വേഗം ഈ അടുത്ത ലൈസൻസ് എടുക്കുന്ന സമയമാകുമ്പോഴത്തേന് അത് കുറഞ്ഞ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വ്യാപാരി വ്യവസായി. നന്ദി അറിയിക്കുന്നതിന് പുതുപ്പള്ളി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിജി എത്തിക്കുന്ന പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേങ്കിൽ ഈ പഞ്ചായത്ത് അധികാരികൾ ആ ആവശ്യത്തിന്മേൽ എത്രത്തോളം കണ്ണു തുറക്കും, ഈ ധർണ അവർക്ക് ഏതൊക്കെ രീതിയിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകും എന്നെനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാം. ഈ ധർണ വളരെ ശാന്തവും സൗമ്യമായി ഇവിടെ നടന്നു. ഇതിനു മേലിൽ വ്യാപാരികളെ കൂടുതൽ പ്രീണിപ്പിക്കാനാണ് സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഉദ്ദേശമെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു മുഖം നിങ്ങൾ ഈ പുതുപ്പള്ളിയിലും കേരളത്തിലും സ്ഥലങ്ങളിലും കാണാൻ നിങ്ങളിടയാവും. അതിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത് എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥന ഞാൻ ആദ്യം തന്നെ നടത്തുകയാണ്. ഇവിടുത്തെ വ്യാപാരികൾ വളരെ പുരാതനമായ കാലം തൊട്ട് വ്യാപാരം ചെയ്തു വരുന്ന ഒരു സമൂഹമാണ്. വ്യാപാരികൾ എന്ന് പറയുമ്പോൾ വ്യാപാരികൾ മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രീതിയിൽ വരുമാനം നേടിക്കൊണ്ട് അനേക ആൾക്കാർ ഈ സമൂഹത്തിൽ ജീവിച്ചു വരുന്നു. അവരെ എല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് എൻ്റെ പക്ഷം. ഇപ്പം ഓൺലൈൻ സ്ഥാപനങ്ങൾ അല്ലെ മാളുകൾ, ഇതൊക്കെ പുതിയതായി വന്നേക്കുന്ന ഓരോ രീതികളാണ്. ഞങ്ങൾക്ക് അതിനെ ഒന്നും എതിർക്കുന്നില്ല. പക്ഷെങ്കിൽ അവർ മാത്രം മതി ഞങ്ങൾ പുരാതനമായി ചെയ്തുകൊണ്ടിരുന്ന കച്ചവടം അല്ല ഈ പാരമ്പര്യത്തെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ കച്ചവടത്തെയും ഈ മാളുകളെയും വളർത്തിക്കൊണ്ട് വരാനാണ് സർക്കാരിൻ്റെയും മറ്റ് ഇതര അതിനോട് യോജിച്ച് നിൽക്കുന്നവരുടെയും ഉദ്ദേശമെങ്കിൽ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഞങ്ങളുടെ ജീവിതമാർഗമാണ്. അരിപ്രശ്നം വന്നാൽ ആരാണേലും എടുത്തിയാടും. ഞങ്ങളെല്ലാം വളരെ മര്യാദക്കാരാണ്. പക്ഷെങ്കിൽ ഒരു തരത്തിൽ ഞങ്ങളെ മുമ്പോട്ട് പോകാനായിട്ട് അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പല രീതിയിലുള്ള മാർഗങ്ങൾ തേടേണ്ടി വരും. ആ സമയങ്ങളിൽ ഞങ്ങളെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ ഞങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളും ഇപ്പോൾ അടച്ചുപോയിരിക്കുകയാണ്. അടച്ചുപോയി എന്ന് മാത്രമല്ല, ഈ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ, ഉദാഹരണത്തിന് ലേബർ ഓഫീസിൽ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു അടച്ചു പോകുന്ന വ്യാപാരികളുടെ അജ്ഞത കൊണ്ട് അവരത് രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.
വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. പഞ്ചായത്ത് ധർണാ സിന്ദാബാദ്. പഞ്ചായത്ത് ധർണാ സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. വ്യവസായ ഐക്യം സിന്ദാബാദ്. ധർണാ സമരം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഞാനുണ്ട്